ഒരു റിലേഷൻഷിപ്പിൽ ഫൈറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത രണ്ട് വേർഡ്സിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ടാകാം, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടാവാം, അല്ലെങ്കിൽ കൊളീഗ്സുമായിട്ടാവാം, ആരുമായിട്ടാണെങ്കിലും ഫൈറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഈ രണ്ട് വേർഡ്സുകൾ ഉപയോഗിക്കരുത്. ഒന്നാമത്തെ വേർഡ് ഓൾവേസ്, രണ്ടാമത്തെ വേർഡ് നെവർ. രണ്ടും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓൾവേസ് എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും, നെവർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും. അപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നീ എല്ലായ്പ്പോഴും ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നീ എല്ലായ്പ്പോഴും അങ്ങനെയാണ് എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും തർക്കിക്കുമ്പോൾ അത് ജയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മളത് പറയുന്നുണ്ടാവുക. പക്ഷേ ആ വ്യക്തി ചിലപ്പോൾ ഒരു തവണ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ 2 തവണ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ലേബൽ ചെയ്യും, എപ്പോഴും അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ. അത് ഭയങ്കര പ്രശ്നമാണ്. കാരണം അത് ആ ഒരു റിലേഷൻഷിപ്പിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നെവർ എന്നുള്ള വേർഡ്, അഥവാ നീ ഒരിക്കലും അത് ഓർക്കാറില്ല, അഥവാ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് അത് ഓർക്കാറില്ല, അത് 1-2 തവണ ചിലപ്പോൾ മറന്നിട്ടുണ്ടാവാം. പക്ഷെ നമ്മൾ പറയുമ്പോൾ നീ ഒരിക്കലും ഓർക്കാറില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുക. അപ്പോൾ മിസ്റ്റേക്കുകൾ 1-2 തവണ വരുത്തുമ്പോഴേക്കും നമ്മൾ ഒരിക്കലും ചെയ്യാറില്ല, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കാറുണ്ടെങ്കിൽ നിങ്ങളത് ഒഴിവാക്കുക. ഞാൻ ഒരു എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞത്. ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ എന്ത് സംസാരിച്ചു കഴിഞ്ഞാലും ഭയങ്കര പ്രശ്നം ഭാവിയിൽ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഈ 2 വേർഡ്സ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. മാക്സിമം ഇത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിലും, സുഹൃത്തുക്കളാണെങ്കിലും, കൊളീഗാണെങ്കിലും, മറ്റു ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും ഒക്കെ. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, എസ്പെഷ്യലി ലവ് റിലേഷൻഷിപ്പിൽ ഒരിക്കലും ഫൈറ്റ് ഉണ്ടാവാതിരിക്കാൻ, ഇപ്പോൾ ഒരു സൗന്ദര്യപ്പിണക്കം അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള അടി, ഇതൊക്കെ എല്ലായിടത്തും ഉണ്ടാവുന്നതാണ്. പക്ഷെ വലിയ രീതിയിലുള്ള ഒരു ഫൈറ്റ് ഇല്ലാണ്ട് വളരെ ഹാപ്പി ആയിട്ട് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അഫർമേഷൻ ഉണ്ട്. ആ അഫർമേഷൻ ആവശ്യമുള്ള ആളുകൾ ഈ പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് നോ ഫൈറ്റ് അഫർമേഷൻ എന്ന് ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫൈറ്റ് അഫർമേഷൻ എന്ന് ഇട്ടാലും മതി. അപ്പോൾ ഫൈറ്റ് ഇല്ലാണ്ട് ഹാപ്പി ആയിട്ട് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാനുള്ള അഫർമേഷൻസ് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വാട്സപ്പിൽ അയച്ചു തരാം. അത് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എണീറ്റ ഉടനെ ഒരു 5 മിനിറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. ആ റിലേഷൻഷിപ്പ് വളരെ മനോഹരമായി സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും.